ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും അധികം മുമ്പത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇവിടെ ചാവക്കാട് അടുത്തുള്ള ഫാം വില്ല എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സ്ഥലത്ത് പോയായിരുന്നു. അത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ശരിക്കും എന്താ പറയുക ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ കുറേ ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ കുറേ റെപ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും അവിടെ ചെന്നാൽ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈറ്റങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കുകയാണ്. ഞാനൊരു വിധത്തിൽ പേടിച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ അവിടെ എൻട്രി ഫീ വരുന്നുണ്ട്, 150 റുപ്പീസ് എന്താണ് പെർ ഹെഡിന് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ശരിക്കും നമ്മുടെ ഒരു ഈവനിങ് പോയാൽ നമുക്ക് കാണാനുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെയും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര റെയറായിട്ട് തോന്നിയിരിക്കുന്ന കുറേ ബേർഡ്സും ആനിമൽസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് അവർ ഫീഡ് ചെയ്യാൻ നമുക്ക് ഒരു പതുക്കെയൊക്കെ തൊടാം കേട്ടോ. അവരതിനൊന്നും പറയില്ല. അവിടെ നോക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടാകും. ഇത് കണ്ടോ, ഇത്രയും പൊക്കം പറഞ്ഞാൽ ഈ ആട് അങ്ങനെ കണ്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് ഈ ഹൈറ്റ് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞി ഇത് കാളയാന്ന് തോന്നുന്നു. പിന്നെ അവിടെ നടുത്തളത്തിൽ തന്നെ കുറച്ച് എന്താ പറയുക ഡക്കും അരയന്നങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ കണ്ട ഫീഡ് ചെയ്താണ് അവിടെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത്. കിളികൾക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അത് എടുക്കാം. അപ്പോൾ എബോവും അമ്മയൊക്കെ അതിന് ഫീഡ് ചെയ്തു. എനിക്ക് പിന്നെ ഇതിനൊക്കെ പേടിയായിരുന്നു. ഞാൻ പിന്നെ അടുത്തോട്ട് തന്നെ പോയില്ല, വീഡിയോ എടുക്കൽ തന്നെയായിരുന്നു ഞാൻ ചെയ്തത്. പഠിക്കരുത്, മാണ്ടരുത്. എബോനും പേടിയൊക്കെ ഉണ്ട്, എന്നാലും പേടിയില്ലാത്ത പോലെ നിൽക്കാട്ടെ എൻ്റെ മുമ്പിൽ. നമുക്കതിങ്ങനെയൊക്കെ ഓന്തും. പിന്നെ അതുപോലെ ഈ എന്താ പറയുക ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ സാധനമുണ്ട്. പിന്നെ ഒരു ഡക്കല്ല ഒരു പാരറ്റ്, അങ്ങനെയൊക്കെ അവിടെ നമുക്ക് അതിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ഇതായിട്ട് പല സ്ഥലത്തു നിന്നുള്ള ഡക്കുകൾ, സ്വാനുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ ചെറിയ ഒരു വീട് പോലെയൊക്കെ അവർക്ക് ആക്കി കൊടുത്തിട്ട് അങ്ങനെയും അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവരെയൊക്കെ നമ്മൾ അഴിച്ചു വിട്ടേക്കാം കേട്ടോ. നമുക്ക് അവരുടെയൊക്കെ കൂടെ പോയി നിൽക്കാം, നമുക്ക് അവരെയൊക്കെ തൊടാം. അവർ നമ്മൾ ഉപദ്രവിക്കരുതെന്ന് മാത്രം. ഇങ്ങനെ ചെമ്മരിയാട് അതുങ്ങളൊക്കെ നമുക്ക് തൊടാം, പക്ഷെ നമ്മളങ്ങനെ ഒന്നും അവരെ ചെയ്യരുത്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അവരൊക്കെ ഫുൾ ടൈം അവിടെ ഇങ്ങനെ നടന്നോളും നമ്മുടെ കൂട്ടത്തിലൊക്കെ. അങ്ങനെ അവിടെ എന്താ പറയുക ആനിമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പലതരത്തിലുള്ള ക്യാറ്റ്സ് ആയിരുന്നു, വൈൽഡ് ക്യാറ്റ്സ്. അങ്ങനെ നമുക്ക് പല റഷ്യൻ ക്യാറ്റ് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും ഞാൻ ഇങ്ങനെ ഈ മേത്ത് ഇങ്ങനെ രോമമൊന്നും ഇല്ലാത്ത ക്യാറ്റിനെ ഞാൻ ആദ്യമായിട്ടാട്ടോ നേരിട്ട് കാണുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുന്നല്ലാണ്ട് അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആക്ച്വലി, മേത്തൊരു രോമമില്ലാത്തൊരു ക്യാറ്റ്. പിന്നെ എന്താ റഷ്യൻ ക്യാറ്റ്, അങ്ങനെ കുറേ ക്യാറ്റുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ പലതരത്തിലുള്ള കോഴികൾ, സിൽക്കി കോഴി അങ്ങനെ എന്തോ ആണ് ഈ ഒരു കോഴീനെ പറയുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നതോറും ഇതുവരെയും കാണാത്ത കുഞ്ഞി ഈ മൃഗങ്ങളെയും അതുപോലെ അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് നമുക്ക് കുരങ്ങനായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ പേരൊന്നും ടാമറിൻ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതായത് നമ്മുടെ
എന്താ പറയുക ഉടുമ്പില്ലേ അതാട്ടോ. ഉടുമ്പുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അവർ പലതരം സ്നേക്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോ സ്നേക്സിനെയൊക്കെ നമുക്ക് എല്ലാ സ്നേക്സിനും എപ്പോഴും പുറത്തെടുക്കില്ല, പക്ഷെ അവർ സ്നേക്കിനെ നമുക്കിങ്ങനെ പുറത്തൊക്കെ എടുത്ത് തരും നമ്മുടെ കയ്യിലൊക്കെ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാം. എപ്പോഴും തരുമൊന്നുമില്ല. അത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്നേക്കിന് ഓരോ ടൈമുണ്ട്. അതുപോലെ എപ്പോഴും എല്ലാത്തിനെയും പുറത്തെടുക്കാൻ പറ്റില്ല. ഓരോ ടൈം അനുസരിച്ച് ഓരോന്നിനും പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ അവർ എടുക്കുന്നതിന് നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം, നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. എബോൻ്റെ വീട്ടിൽ കുറേ പെറ്റ്സും മീൻസ് കുറേ പെറ്റ് ബേർഡ്സ് ഉണ്ട്. കുറേ കിളികൾ പല ടൈപ്പുള്ളുണ്ട്. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ. അപ്പോൾ അപ്പച്ചന് ഇവരെയൊക്കെ ഇവരായിട്ട് ഭയങ്കര ഒരു സിങ്കാണായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ പോയി നിൽക്കാനൊക്കെ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കുറേ ടൈപ്പുള്ള ബേർഡ്സിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിന് തീറ്റയൊക്കെ കൊടുക്കാം. അവർ നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ അവിടെ ഒരു ഓസ്ട്രിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓസ്ട്രിച്ചിനെയൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് കയറാൻ തോന്നുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ചെന്ന ദിവസം നല്ല റഷ് ആയതുകൊണ്ട് അത് ഓപ്പണൊന്നും ആയിരുന്നില്ല. പിന്നെ അതിൻ്റെ അവിടെ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫാം വില്ല നമ്മളുടെ അവിടെ തീരാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.